ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഞാൻ ജ്യോതിഷൻ വിജയം കൊണ്ടു. ഇപ്പോൾ ഇവിടെ പറയുന്നത് രാഹു കേതുക്കളുടെ രാശി മാറ്റത്തെ പറ്റി പറയുന്നത്. ഇതുവരെ മീനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന രാഹു കുംഭത്തിലേക്കും കന്നിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കേതു ചിങ്ങത്തിലേക്ക് മാറുകയാണ്. ഈ മാറ്റത്തിൽ മിഥുനക്കൂറുകാർക്ക് ഏകദേശം ഒരു 1.5 വർഷത്തോളം കാലമായി കർമ്മസ്ഥാനത്തിലും സുഖസ്ഥാനമായ 4-ാം ഇടത്തിലും കർമ്മസ്ഥാനമായ 10-ാം ഭാവത്തിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടിരുന്നിരിക്കുന്ന രാഹുകേതുക്കളുടെ മാറ്റമാണ് ഇപ്പോൾ വളരെ ആശ്വാസകരപരമായിട്ട് ഇപ്പോൾ മിഥുന രാശിക്കാർക്ക് വരാൻ പോകുന്നത്. അതായത് 1.5 വർഷമായിട്ട് കർമ്മസ്ഥാനമായിട്ടുള്ള തൊഴിൽ സ്ഥാനമായിട്ടുള്ള 10-ാം ഭാവത്തിൽ രാഹു നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ, അതായത് മന്ദഗതിയിൽ, തൊഴിലിൻ്റെ മന്ദഗതിയിൽ, അതായത് പാമ്പ് ഇഴഞ്ഞു പോകണ പോലെ ഇഴഞ്ഞ് പോകുന്ന ഒരു ലെവലിൽ മന്ദഗതിയിലാക്കുകയും ചില സമയങ്ങളിൽ സ്തംഭനാവസ്ഥയിലാക്കുകയും ചെയ്തിരിക്കുന്ന തൊഴിൽ രംഗം ഇതോടുകൂടി കുറച്ചൊരു ഉണർവ് വരാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ സുഖസ്ഥാനമായിട്ടുള്ള, ദേഹസ്ഥാനമായിട്ടുള്ള, ആരോഗ്യപരമായിട്ടുള്ള സ്ഥാനമായിട്ടുള്ള 4-ാം ഇടത്തിൽ നിന്നും ആ ഭാവത്തിൽ നിന്നും 3-ാം ഭാവത്തിലേക്ക് മാറുമ്പോൾ വളരെ വളരെ ആശ്വാസകരമായിട്ടുള്ള ഒരു അനുഭൂതിയാണ് ഇപ്പോൾ വരുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ 9-ാം ഭാവത്തിൽ രാഹുവും 3-ാം ഭാവത്തിൽ കേതുവാണ് വരുന്നത്. അപ്പോൾ കർമ്മസ്ഥാനത്ത് നിന്ന് മാറുന്ന രാഹു വളരെ സുഭിക്ഷപരമായിട്ടുള്ള തൊഴിൽ രംഗത്തിനെ ഉണർത്തുകയും തൊഴിൽ പുരോഗമനങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ കേതു 3-ാം ഭാവത്തിൽ നിന്നും അനുകൂല സ്ഥാനത്തിൽ സഹായസ്ഥാനങ്ങളും സഹായഹസ്തങ്ങളും സഹായിക്കുന്നവരെ തടഞ്ഞു നിർത്തിക്കൊണ്ടും അതുപോലെ തന്നെ പലവിധ വിഘ്നങ്ങൾ തന്നുകൊണ്ടും ദേഹ അസ്വസ്ഥതകൾ തന്നുകൊണ്ടും ഓരോരോ അസുഖങ്ങൾ തന്നുകൊണ്ടും അതുപോലെ തന്നെ ത്വക്ക് സംബന്ധമായിട്ടുള്ളതും അലർജി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തന്നുകൊണ്ടിരുന്ന ഓരോരോ ഇതുകളും അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഇഴച്ചിലുകളും കുടുംബ പ്രശ്നങ്ങളും അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നങ്ങളെല്ലാം അകന്നുപോയി സുഭിക്ഷപരമായിട്ടുള്ള ഒരു നേട്ടം കൈവരിക്കുവാനുള്ളൊരു സമയമാണ് മിഥുനക്കൂറുകാർക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. മിഥുനക്കൂറുകാർ രാഹുകേതുക്കളുടെ കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. രാഹുകേതുക്കളുടെ മാറ്റത്തെ പറ്റിയാണ് പറയുന്നത്. രാഹുകേതുക്കൾ മാറുന്നതോടുകൂടി മിഥുനക്കൂറുകാർക്ക് വളരെ സുഖകരമായിട്ടുള്ളൊരു ആശ്വാസത്തിൽ നിന്നും ആശ്വാസം വരികയാണെന്ന് പറയുന്നത്. അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ദുർഘടത്തിൽ നിന്നും മോചനം നേടുക എന്നുള്ളതാണ് പറയുന്നത്. ഇതുകൊണ്ട് സമ്പത്ത് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിട്ടുണ്ട്. ഭാഗ്യ കടാക്ഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഭവന സംബന്ധമായിട്ടുള്ള നിർമ്മിത സംബന്ധമായിട്ടുള്ള തൊഴിൽ അവസരങ്ങൾ പുനരുദ്ധീകരിക്കുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വിദേശ സംബന്ധമായിട്ടുള്ള യാത്രകൾക്ക് ഒടുക്കത്തെ തടസ്സമായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെ ശ്രമിച്ചാലും നടക്കാതെ ഇരിക്കുന്ന വിദേശ സംബന്ധമായിട്ട് തൊഴിൽ സംഭവങ്ങൾ മാറി തൊഴിൽ ഉണർവ് വരുവാനുള്ള സാധ്യതകൾ, പുനരുദ്ധീകരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കണ്ടുവരുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബത്തിനെ അരോസരപ്പെടുത്തുകയും ചഞ്ചലപ്പെടുത്തുകയും വഴക്കുണ്ടാക്കുകയും അതുപോലെ തന്നെ കലഹങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലാണെങ്കിൽ കലഹങ്ങൾ മൂത്ത് ഒന്നിനൊന്ന് തമ്മിൽ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ രീതികൾ മാറി അതിൽ നിന്ന് മോചനം വരുവാനുള്ള സാധ്യതകളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യുവാനുള്ള മനോഭാവങ്ങൾ എന്ന് വെച്ച് പറഞ്ഞാൽ ഈ ദോഷങ്ങൾ കാരണമാണ് ഇവർക്ക് ഇങ്ങനെ മൂർച്ചയേറിയ സ്വഭാവ ദൂഷ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അതിൽ നിന്ന് മോചനം വരും. അതുകൂടാതെ തന്നെ വളരെ വിടവരപരമായിട്ടുള്ളത് സന്താന സംബന്ധമായിട്ടുള്ള സന്താനങ്ങൾക്ക് വരുമാനക്കുറവ് അല്ലെങ്കിൽ സന്താനങ്ങളുടെ തൊഴിലിന് കോട്ടങ്ങൾ വരിക, സന്താനങ്ങളുടെ സ്വഭാവ രീതികൾക്ക് മാറ്റങ്ങൾ വരിക എന്നിവയിൽ നിന്നെല്ലാം മോചനങ്ങൾ നേടി വരുവാനുള്ള സാധ്യതകൾ കൂടുതലായി കണ്ടുവരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പൂർവിക സംബന്ധമായിട്ടുള്ള സ്വത്ത് വിധങ്ങളെല്ലാം തർക്ക വിഷയങ്ങളിലുള്ളതെല്ലാം അതിൽ നിന്ന് മാറി വരുവാനുള്ള സാധ്യതയും അതുപോലെ തന്നെ വീടുകൾ ജപ്തി നടപടികൾ വരുവാനുള്ള സാധ്യതകൾ നിന്ന് ഒഴിഞ്ഞു പോവുകയും വീട് വിൽക്കുവാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് ആശ്വാസകരമായിട്ട് ഏതെങ്കിലും വഴിത്തിരിവ് വന്ന്
അതിൽ നിന്നും പിന്തിരിയാനുള്ള അവസരങ്ങൾ വരികയും ഒരിക്കൽ ഭവനം വിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഭവന നിർമ്മാണം എന്ന് പറയുവാൻ ആ ഭവനം വിറ്റ് കഴിഞ്ഞാൽ അതിൽ നിന്നും കടബാധ്യതയിൽ നിന്നും മോചനം നേടി അതിൽ നിന്നും വല്ലതും മിച്ചം കിട്ടി അതിൽ നിന്നും വേറെ വല്ല സ്ഥലങ്ങൾ വാങ്ങിച്ച് ഭവന നിർമ്മാണം തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പോലും ചിലപ്പോൾ സാധ്യത കുറവായിട്ട് വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഭവന നിർമ്മാണത്തിൽ നിന്നല്ല ഭവന വിൽപ്പനയിൽ നിന്നും ചിലപ്പോൾ മാറുവാനുള്ള സാധ്യതകളും ചിലപ്പോൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ലോൺ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ജപ്തി നടപടികളിൽ നിന്നും ചിലപ്പോൾ മോചനങ്ങൾ നേടുവാനുള്ള സാധ്യതകളും വരുവരും ഈശ്വരാനുഗ്രഹങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധത്തിൽ നിന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുവാനുള്ള സാധ്യതകളും ഈ രാഹുകേതുക്കളുടെ പിടിയിൽ നിന്ന് മോചനം നേടി വരുവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മിഥുന രാശിക്കാർക്ക് ഒരു ശാപം കിട്ടിയ പോലെ തന്നെയാണ്. 10ാം ഭാവത്തെ രാഹു മാത്രമല്ല, 10ാം ഭാവത്തിൽ കുറേ കാലമായി 2-3 മാസമായിട്ട് ശുക്രൻ അവിടെ നിന്നുകൊണ്ട് ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 10ാം ഭാവത്തിൽ ശുക്രൻ വളരെ ദോഷകരമാണ്. തൊഴിലിനെ സ്തംഭനാവസ്ഥയിലാക്കും, തൊഴിലിനെ താറുമാറിലാക്കും എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. അതും ഏകദേശം മാറുവാനുള്ള സമയമായി എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെയാണ് വീണ്ടും വിചാരമില്ലാത്ത ഓരോരോ കാര്യങ്ങൾ എടുത്തു കൂട്ടുകയും അതുപോലെ തന്നെ അമിത ചിലവിലേക്ക് പോയി ചാടുകയും ചെയ്ത് സ്വഭാവ രീതികളിൽ നിന്ന് മാറുകയും അതുപോലെ തന്നെ വിട്ടുവീഴ്ച മനോഭാവങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യതകളും ഭാഗ്യധർമ്മ ദയാശീലങ്ങളും വരുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. കുടുംബത്തിൽ സർപ്പദോഷ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നെല്ലാം ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പരിഹാരത്തിൽ നിന്ന് മോചനം നേടുവാനുള്ള സമയമാണ് ഇപ്പോൾ കാണുന്നത്. അത് നമ്മൾ വല്ല സർപ്പദോഷത്തിനായിട്ട് ആയില്യപൂജയോ നാഗപൂജയോ അല്ലെങ്കിൽ സർപ്പബലിയോ ഒക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നും മോചനം നേടുവാനുള്ള പറഞ്ഞാൽ 10ാം ഭാവത്തിൽ രാഹു നിൽക്കുന്നത് കാരണം കൊണ്ട് ചിലപ്പോൾ അതിൻ്റെ ഫലങ്ങളൊന്നും ചിലപ്പോൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഇപ്പോൾ ഈ മാറുന്നതോട് ചിലപ്പോൾ ആ സാധ്യതകൾ തെളിഞ്ഞു വരുവാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ പലവിധ ക്ഷേത്ര ദർശനങ്ങൾ, പുണ്യ ക്ഷേത്രങ്ങൾ, വലിയ വലിയ ക്ഷേത്രങ്ങൾ, ഗുരുവായൂർ, അതുപോലെ തന്നെ ചോറ്റാനിക്കര, അതുപോലെ തന്നെ കേരള സംബന്ധമായിട്ടുള്ള തിരുപ്പതി, അതുപോലെ വിദേശ അന്യ സ്റ്റേറ്റ് സംബന്ധമായിട്ടുള്ള ഓരോരോ ഭാഗങ്ങളിലെല്ലാം പുണ്യ ദർശനം നൽകി അതിൽ നിന്നുകൊണ്ടും രാഹുകേതുക്കളുടെ പരിഹാരത്തിനായി പോയി കാളഹസ്തി അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ടെല്ലാം പരിഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഭവിഷ്യത്തൊന്നും ചിലപ്പോൾ അവൻ്റെ ഭവിഷ്യത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ ഗുണാനുഭവങ്ങളൊന്നും വന്നില്ല എന്ന് വരും. പക്ഷേ ഈ രാഹുകേതുക്കളുടെ മാറ്റത്തോടുകൂടി അത് വരുവാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മിഥുനക്കൂറുകാർക്ക് ഈ തിരുവാതിര നക്ഷത്രത്തിൽപ്പെട്ടിരിക്കുന്നവർക്ക് രാഹുർ ദശയിലാണ് ജനനം. ആ രാഹുർ ദശയിലുള്ള ജനനം ആ രാഹു തന്നെയാണ് 10ാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഉപദ്രവകാരനായിട്ട് ഇതുവരെ ഇരുന്നുകൊണ്ടിരുന്ന ആൾ ആ ഭാവത്തിൽ നിന്ന് ഭാഗ്യസ്ഥാനമായിട്ടുള്ള 9ാം ഭാവത്തിൽ വരുന്ന സമയത്ത് ഒരുപാട് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം നടക്കാതെ പോയ പലവിധ കാര്യങ്ങളും നേട്ടങ്ങളുടെ വഴിക്ക് വരുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന് തന്നെ പറയാം. സഹായഹസ്തങ്ങൾ, മറ്റുള്ള കാര്യങ്ങൾ, ഗണപതി പ്രീതി, അതുപോലെ തന്നെ വിഘ്നേശ്വര പ്രീതി എല്ലാം കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. ശിവപ്രീതി, അതായത് മഹാദേവൻ്റെ പ്രീതി കിട്ടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അതായത് സർവേശ്വരനായിട്ടുള്ള മഹാവിഷ്ണുവിൻ്റെ പ്രീതി കിട്ടുവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും മറ്റുള്ള കാര്യങ്ങൾ എത്ര നോക്കിയിട്ടും എത്ര എൻഗേജ്മെൻറ്റ് വരെ എത്തിയിട്ടും പിരിഞ്ഞു പോയിട്ടുള്ളതും അല്ലെങ്കിൽ പലവിധ ഘട്ടങ്ങളിൽ എത്തിയിട്ടും പിരിഞ്ഞു പോയിട്ടുള്ളതുമായിട്ടുള്ള വിവാഹാദി ബന്ധങ്ങളെല്ലാം നടക്കുവാനുള്ള സാധ്യതകളും ഈ രാഹുകേതുക്കളുടെ മാറ്റത്തോടുകൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം എന്താ വെച്ച് പറഞ്ഞാൽ കർമ്മം, എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് നടക്കേണ്ട സ്ഥാനം കർമ്മസ്ഥാനമായ 10ാം ഭാവമാണ്. 10ാം ഭാവമാണ് നമ്മൾക്ക് തൊഴിൽ, അതുപോലെ തന്നെ ചെയ്യുന്ന കർമ്മങ്ങൾ. നമ്മൾ ഒരു കർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ പുണ്യം കിട്ടണമെങ്കിൽ അത് ആ ഭാവം ക്ലിയറായിരിക്കണം. ആ ഭാവം ക്ലിയറാണെങ്കിൽ ആ ഭാവത്തിന് ഗുണാനുഭവങ്ങൾ ഉണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഭാവം കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്ന് തന്നെ പറയാം. മഹീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പുണർദത്തിൻ്റെ മുക്കാൽ ഭാഗവും ആദ്യത്തെ മുക്കാൽ ഭാഗവും ചേരുന്ന മിഥുനക്കൂറുകാർക്കുള്ള
രാഹുകേതുക്കളുടെ ഫലങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഈ എല്ലാവിധ സംവിധാനപരമായിട്ടുള്ള എല്ലാ ജോലി ചെയ്യുന്നവർക്കും, ഇന്ന ജോലി എന്നില്ല, എല്ലാ ജോലി ചെയ്യുന്നവർക്കും മിഥുനക്കൂറിൽപ്പെട്ടിരിക്കുന്ന എല്ലാ നക്ഷത്രക്കാർക്കും ഈ അനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇനിയുള്ള കാലം വന്നിട്ട് ഈ രാഹുകേതുക്കളുടെ ഭയം കൂടാതെ ജീവിക്കുവാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതിൻ്റെ ഈ രാഹുകേതുക്കളുടെ മാറ്റം 1200 ആണ്ട് ഇടവമാസം 24-ാം തീയതിയാണ്. അതായത് 2025 മെയ് 18-ാം തീയതി ഏകദേശം വൈകുന്നേരം രാത്രിയോട് കൂടിയിട്ടാണ്, 7 മണിയോട് കൂടിയിട്ടാണ് രാഹുകേതുക്കൾ മാറുന്നത്. ആ രാഹുകേതുക്കളുടെ മാറ്റം 18-ാം തീയതിക്ക് ശേഷം അനുഭവത്തിൽ പലവിധത്തിൻ്റെ അനുഭവത്തിലുള്ള അനുഭവങ്ങളും വന്ന് ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ മിഥുനക്കൂറുകാർക്ക് വളരെ ആശ്വസിക്കാനുള്ള ഒരു സമയം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത്. നമസ്കാരം.